കഴിഞ്ഞ ദിവസം വിരിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പേ നമ്മൾ കഴിച്ച മാങ്ങയുടെ മാങ്ങാതൊലി നമുക്ക് ലാർവകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് VPA കൊണ്ടിടാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 2 സീഡ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്കത് നട്ട് കിളിപ്പിക്കുന്ന ഒരു വീഡിയോ കൂടെ ചെയ്യാം. അങ്ങനെ എന്തായാലും നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്ന മരുന്നെന്ന് പറയുന്നത് കുറച്ച് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാര എല്ലാം കൂടെ കലക്കിയിട്ടാണ് കൊടുക്കുന്നത്. പോകുന്ന വഴിക്ക് ഈ നാരങ്ങത്തൊലി കൂടെ VPA നിക്ഷേപിക്കാമെന്ന് കരുതി. അങ്ങനെ ഇതെല്ലാം നമ്മൾ നേരെ കൊണ്ടുപോയി VPA നിക്ഷേപിച്ചതിന് ശേഷം നമ്മുടെ പൊടികളെല്ലാം കൂടെ കലക്കി വെള്ളം പോലെ ആക്കിയിട്ട് അവരുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു കൊടുക്കുകയാണ് പതിവ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്. ഈ കൂട്ടിനകത്താണ് മിക്ക കോഴികളും കിടക്കുന്നത്. ആ കൂട്ടിനകത്ത് തന്നെയാണ് നമ്മുടെ കോഴി കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ബ്രൂഡർ സെറ്റപ്പും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് കോഴികൾക്ക് മരുന്ന് കൊടുക്കുന്ന വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് വന്നെങ്കിലും കോഴികൾ കയറി അത് തട്ടിയിടുമോ എന്നുള്ള ഭയത്താൽ എനിക്ക് ഫോൺ അതിൽ വയ്ക്കാൻ പേടിയായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ആ ഒരു വീഡിയോ ഉൾക്കൊള്ളിക്കുന്നില്ല എന്ന് കരുതി അത് നമ്മൾ ഷൂട്ട് ചെയ്തില്ല. അതിൻ്റെ ഇടയിൽ ചാടിപ്പോയ 2 വേന്ദ്രരെ പിടിക്കുന്ന ഒരു വെപ്രാളത്തിലാണ് ഞാനിപ്പോൾ. എന്ത് തന്നെ ആയാലും മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ഓട്ടം എന്ന് പറയുന്നത് അസാധ്യ ഓട്ടം തന്നെയാണ്. ഞാനിവരെ പിടിക്കാൻ കുറേയൊക്കെ ബുദ്ധിമുട്ടിയെങ്കിലും അങ്ങനെ ഒടുക്കം അവരെ പിടിച്ച് ഒരു വിധത്തിലൊക്കെ കൂട്ടിലേക്ക് കയറ്റിയിട്ട് അടുത്ത പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചൂടായതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം തീറ്റ വളരെ കുറവായിട്ട് നമ്മൾ ഹൈഡ്രോപോണിക്സ് ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് കരുതി. അങ്ങനെ നമുക്ക് കിട്ടിയ കുറച്ച് ഗോതമ്പ്, കുറേയൊക്കെ ഉളുത്ത് പോയ ഗോതമ്പാണ്. എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ കുറച്ച് കിളിക്കാതിരിക്കില്ല. അതിനെല്ലാം കൂടെ നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് പഴയ ഒരു തോർത്തെടുത്ത് നനച്ച് ഡിഷിനകത്ത് ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിരിക്കുകയാണ്. നമുക്കത് എത്രത്തോളം കിളിച്ച് വരും എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കോഴിക്കൂട്ടിൽ കിടക്കുന്ന വാഴക്കുട്ടനും അവൻ്റെ ഗ്യാങ്. ഇവരെപ്പോഴും ഒരു സെപ്പറേറ്റ് ഗ്യാങ് ആയിട്ടാണ് ഇവിടെ എല്ലാം കറങ്ങി നടക്കാറ്. വേനലായതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും തീറ്റ കുറവായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടാമത്തെ കുട്ടിനടുത്ത് നിൽക്കുന്ന പാഷൻ ഫ്രൂട്ട് കണ്ടപ്പോഴത്തേക്ക് ഞാനും കരുതി പറിച്ച് കലക്കി കുടിച്ച് കളയാമെന്ന്. വളരെ ചൂടായതുകൊണ്ട് ക്ഷീണം മാറാനൊക്കെ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ വിറ്റാമിൻ സിയിൽ കൂടുതലായതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ നിറം വെച്ചെന്നും വരാം. അങ്ങനെ എന്തായാലും 3 ഉണ്ടായിരുന്നു, 1 പച്ചയായിരുന്നു. ചിലപ്പോഴൊക്കെ ഇത് പുഴുകുത്തി പോകുന്നതുകൊണ്ട് നമ്മൾ അധികം വെച്ചേക്കാതെ അത് എന്തായാലും പറിച്ചെടുത്തു. തിരിച്ചു പോകുന്ന വഴിക്കാണ് നമ്മുടെ 3ാമത്തെ പൂവൻ അവിടെ നിന്ന് തറയിൽ വീണ് കിടക്കുന്ന ഒരു ജാമ്പയ്ക്ക കൊത്തി പിറക്കി തിന്നുന്നത് കണ്ടത്. ആ ജാമ്പയ്ക്ക കൊത്തി തറയിട്ട ആളാണ് ആ പറന്നുപോയത്. അങ്ങനെയാണെങ്കിൽ അവന് കുറച്ചുകൂടെ ജാമ്പയ്ക്ക കൊടുത്തു നോക്കാൻ കഴിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ജാമ്പയ്ക്ക പറിച്ച് അവന് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അവൻ ഒറ്റയടിക്ക് അത് കൊത്തി വിഴുങ്ങി. അങ്ങനെയാണെങ്കിൽ ഇത് കൊള്ളാലോ, എല്ലാവർക്കും കുറച്ച് തീറ്റ ആകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വാടി നിൽക്കുന്ന ജാമ്പകകളെല്ലാം കുലുക്കിയിട്ടതിന് ശേഷം എല്ലാവരെയും ഒന്ന് വിളിച്ച് വരുത്തി നോക്കി. കേട്ട പാട് കേൾക്കാത്ത പാട് അവിടെ ഇവിടെ എല്ലാം കറങ്ങി നടന്ന് തെണ്ടി തിരിഞ്ഞ് നടന്ന് നമ്മുടെ കോഴികളെല്ലാം കൂടെ ഓടി വന്ന് ഇതെല്ലാം കൂടെ കൊത്തിപ്പറിച്ച് തിന്നാൻ തുടങ്ങി. അതെന്തായാലും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാര്യം ചൂടായതുകൊണ്ട് തന്നെ ഇവർക്ക് കൊത്തിപ്പറിച്ച് തിന്നാൻ വേണ്ടിയിട്ട് ഇലകളോ പുഴുകളോ പ്രാണികളോ ഒക്കെ വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് എന്നുള്ള ഒരു സംഭവം കിട്ടിയത് നമുക്ക് വളരെ സന്തോഷമേറുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എന്തായാലും ഞാൻ അവരെ എല്ലാവരെയും വിസിലടിച്ച് വിളിച്ചപ്പോഴത്തേക്ക് ആരും മടി കൂടാതെ ഓടി വന്ന് ഇതെല്ലാം കൊത്തിപ്പറിച്ച് തിന്നുന്നതാണ് കണ്ടത്. പോരാത്തതിന് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രാന്തത്തിലുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കാണാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ചധികം വെള്ള കോഴികളെ കിട്ടിയിരുന്നു. അതിനകത്ത് 1-2 കോഴികളെ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ കാണാവുന്നതാണ്. അവരൊക്കെ ഇവിടെ അടുത്തുണ്ടായിരുന്നതുകൊണ്ട് അവർ അടുത്ത് ഓടി വന്നതാണ്. അങ്ങനെ ആർത്തിയോടെ ഇവരിതെല്ലാം കൊത്തിപ്പറക്കി തിന്നുന്നത് നമ്മൾ കുറച്ചു നേരം നോക്കി നിന്നപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെളുത്ത കോഴികൾ അതുവഴി പോകുന്നുണ്ട്. ഒരാളുടെ ചുണ്ടത്ത് കുറച്ച് ഒരു ജാമ്പയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് മറ്റേയാൾ വന്ന് തട്ടി എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് കൊടുക്കാതെ അതും എടുത്തുകൊണ്ട് ഓടി. അതുപോലെ തന്നെ നമ്മുടെ കറമ്പിക്കുട്ടി നിധി കിട്ടിയതുപോലെ ഒരു ജാമ്പയ്ക്ക് എടുത്ത് വെച്ച് അവിടെ തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയപ്പോൾ അവൾ അതും കൊണ്ട് ഓടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന പാഷൻ ഫ്രൂട്ട് എല്ലാം കൂടെ കട്ടിയായിട്ട് കലക്കി കുടിക്കുകയാണ്. ജ്യൂസ് അടിക്കുന്ന മെനക്കേടായതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ മുതിർന്നില്ല. അങ്ങനെ എന്തായാലും ഇത് നല്ല പുളിപ്പാണ്. എന്നിരുന്നാലും കുടിക്കുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അതോടൊപ്പം തന്നെ ക്ഷീണവും മാറും, സൗന്ദര്യവും കൂടും എന്നുള്ളതുകൊണ്ട് നമ്മളത് കുടിക്കാൻ തന്നെ കരുതി. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്യുബേറ്ററിൽ വിരിയാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെയാണ്, അതായത് മുട്ടകളുടെയാണ്. അവർ ഏകദേശം തോടുകളൊക്കെ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് 8 കരിങ്കോഴികളുടെ മുട്ടകളൂടെ വെച്ചിട്ടുണ്ട്. അതും എങ്ങനെ വിരിയുമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക. താങ്ക്